പെൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ അതിർത്തിയിൽ പിരിമുറുക്കം തുടരുന്നതിനിടെ ദില്ലിയിൽ നിർണായക ചർച്ചകൾ നടക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് കൂടിക്കാഴ്ച നടത്തി. സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും ചർച്ചയിൽ പങ്കെടുത്തു. സൈനിക ശേഷി വർദ്ധിപ്പിക്കാനാണ് ഇന്ത്യയുടെ നീക്കം. അതേസമയം പാക് യൂട്യൂബ് ചാനലുകളെ ഇന്ത്യയിൽ നിരോധിച്ചു. BBC-ക്കും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. VS രഞ്ജിത്ത് വിവരങ്ങൾ നൽകും. രഞ്ജിത്ത്, പ്രധാനമന്ത്രി രാജ്നാഥ് സിംഗ് പ്രതിരോധ മന്ത്രി കൂടിക്കാഴ്ച, അതിന്റെ വിവരങ്ങൾ എന്താണ് നമുക്ക് അറിയാനാകുന്നത്? 40 മിനിറ്റ് നീണ്ട കൂടിക്കാഴ്ച. സ്മൃതി, തുടർച്ചയായ കൂടിക്കാഴ്ചകൾ എന്ന് വേണം പറയാൻ. ഇന്നലെ രാത്രി പ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. 24 മണിക്കൂർ തികയുന്നതിന് മുൻപാണ് ഇന്നിപ്പോൾ രാവിലെയും 40 മിനിറ്റ് സമയം പ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയിട്ടുള്ളത്. ഇന്നലെ രാത്രി നടത്തിയ കൂടിക്കാഴ്ചയിൽ സ്വാഭാവികമായിട്ടും ഇന്നലെ വൈകിട്ട് സംയുക്ത സേനാ മേധാവിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിലെ വിവരങ്ങളും അതിൻ്റെ റിപ്പോർട്ടുകളും സമർപ്പിക്കുക എന്നുള്ളതായിരിക്കാം ഉദ്ദേശം. പക്ഷേ അതിനുശേഷം ഉണ്ടായ ചില പ്രധാനപ്പെട്ട നീക്കങ്ങൾ അത് പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നായിരുന്നു. പാകിസ്ഥാൻ ചൈനയുടെ പിന്തുണ തേടുകയും ചൈന അത് നൽകുകയും ചെയ്തു. ബെയ്ജിങ്ങിൽ നിന്ന് ഇസ്ലാമാബാദിലേക്ക് രാത്രി എത്തിയ കോൾ എന്ന് പറയുന്നത് ചൈനീസ് വിദേശകാര്യമന്ത്രിയുടെ കോളായിരുന്നു. അത് പാകിസ്ഥാൻ ഉപപ്രധാനമന്ത്രിയാണ് അറ്റൻഡ് ചെയ്തത്. ആ കോളിൽ വളരെ കൃത്യമായി തന്നെ ചൈന പാകിസ്ഥാന് പിന്തുണ അറിയിക്കുന്നു. പാകിസ്ഥാന്റെ ആവശ്യമായിട്ടുള്ള ഈ ന്യൂട്രൽ ഇൻവെസ്റ്റിഗേഷൻ, അന്താരാഷ്ട്ര ഏജൻസിയുടെ ഇൻവെസ്റ്റിഗേഷൻ, ആ ആവശ്യത്തെ ചൈന പിന്തുണയ്ക്കുകയും ചെയ്തു. മാത്രവുമല്ല, ചൈനയുടെ ആയുധങ്ങൾ പാകിസ്ഥാനിലേക്ക് എത്തുന്ന സാഹചര്യമുണ്ടായി. ചൈന നൂതനമായ ആയുധങ്ങൾ പാകിസ്ഥാന് എത്തിച്ചു കൊടുത്തു എന്നുള്ള വിവരമുണ്ട്. അതോടൊപ്പം തന്നെ തുർക്കി കറാച്ചിയിലേക്കും ഇസ്ലാമാബാദിലേക്കും അവരുടെ ആയുധങ്ങൾ കയറ്റി അയച്ചു. അവരുടെ ഹെർക്കുലിസ് എന്ന് പറയുന്ന ഹെലികോപ്റ്ററിൽ യുദ്ധവിമാനത്തിൽ ആയുധങ്ങൾ കയറ്റി അയച്ചു എന്ന് വാർത്തകൾ വന്നു. ഇതിനെയൊക്കെ തുടർന്നാണ് ഇന്ന് രാവിലെ വീണ്ടും പ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയത്. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടത് ഇന്ത്യയുടെ ആയുധശേഷി വർദ്ധിപ്പിക്കാനുള്ള തീരുമാനമെടുത്തിട്ടുണ്ട്. റഫേൽ 26 വിമാനങ്ങൾ വാങ്ങുന്നതിനുള്ള തീരുമാനമെടുക്കുന്നു. 63,000 കോടിയോളം രൂപയുടെ യുദ്ധ വിമാനങ്ങൾ വാങ്ങാനുള്ള കരാർ ഇന്ന് ഒപ്പുവെക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ ഇന്ത്യ വിരുദ്ധമായിട്ടുള്ള നീക്കങ്ങൾ നടത്തുന്ന യൂട്യൂബ് ചാനൽ ഉൾപ്പെടെ, പാകിസ്ഥാന്റെ യൂട്യൂബ് ചാനലുകൾ ഉൾപ്പെടെ നിരോധിക്കാനുള്ള നീക്കവും ഇന്ത്യ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. ശരി, VS രഞ്ജിത്താണ് സമഗ്രമായ വിവരങ്ങൾ നൽകിയത്.